നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. ഇന്ന് ആകസ്മികമായിട്ടാണ് ഒരു അമേരിക്കൻ സെനറ്റർ റൈ മൂലി എന്ന് പറയുന്ന ഒരു സെനറ്ററുടെ FCRA ബില്ലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന ഫോറിൻ ഫണ്ടുകളുമായി ബന്ധപ്പെട്ട FCRA ബില്ലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നലെ പാസ്സാക്കണം. അദ്ദേഹം പറയുകയായിരുന്നു, ഈ ബില്ല് എന്ന് പറയുന്നത് നേരിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണ്, ക്രിസ്ത്യാനിറ്റിയെ ഇന്ത്യയിൽ ഇല്ലാതാക്കാനുള്ള ശ്രമം കൊണ്ടാണ്, അതിനുള്ള ഒരു നടപടിയായിട്ടാണ് FCRA കൊണ്ടുവരുന്നത്. അദ്ദേഹം ആഞ്ഞടിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, ഇന്ത്യയും US തമ്മിലുള്ള ബന്ധം വഷളാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ചെറിയ മറുപടി കൊടുക്കുകയാണ്. എൻ്റെ പൊന്നു സാറേ, പൊന്നു സായിപ്പ് സാറേ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഒരുപക്ഷെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചായിരിക്കാം ഇതൊക്കെ എന്ന് പറയാം. അദ്ദേഹത്തിന് ഇതുമായി വലിയ ബന്ധമൊന്നുമില്ല. അദ്ദേഹത്തിന് ഒരു 10 പേര് കാണാൻ പോയി, പറഞ്ഞു മനസ്സിലാക്കി ഒരു സ്റ്റേറ്റ്മെന്റ്, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്ത് വായിച്ചിരിക്കുകയാണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നു സാറേ, നിങ്ങൾ കരുതുന്ന പോലെയല്ല. ഓക്കെ, കള്ളന്മാരാണ്, മഹാകള്ളന്മാരാണ്. നിങ്ങളെ കാണാൻ വന്നവരും കള്ളന്മാരാണ്. ഈ സഭയുടെ പേരും പറഞ്ഞുകൊണ്ട് ഈ കുപ്പായമിട്ട് നടക്കുന്ന 3/4 ആളുകളും കള്ളന്മാരായി, യാതൊരു സംശയവുമില്ല. ഞാനടക്കം ആ ഭാഗമായ സ്ഥലത്തെ പറ്റിയാണ് പറയുന്നത്. അതായത് ഇന്ന് കത്തോലിക്ക സഭയിൽ ഒരു വീട്ടിൽ നിന്ന് ഒരു അച്ഛൻ ഉണ്ടായാൽ നമ്മുടെ നാട്ടിലൊരു മന്ത്രി വന്ന പോലെയാണ്. പൊതുമരാമത്തിന് മന്ത്രി കുടുംബത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാം കിട്ടും. അതുപോലെയാണ് ഒരു അച്ഛൻ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും നല്ല പറയുന്നത് കേട്ടോ. ഈ വൈദിക വേലയെ, അതായത് തീർച്ചയായിട്ടും ആ ദൈവത്തിന്റെ വേല പോലെ കിടന്ന ഒരുപാട് അച്ഛന്മാരുണ്ട്, ഇല്ലാതെ ഞാൻ പറയില്ല. പക്ഷെ ഭൂരിഭാഗം ആളുകളും ഈ പറയുന്നതിന് പൊന്നു സാറെ, നിങ്ങളെപ്പോലെ ആളുകളെ പറ്റിച്ചുകൊണ്ട് ഇന്ത്യയിൽ കിണർ കുത്താനും സ്കൂള് പണിയാനും കോളേജ് പണിയാനും യൂണിഫോം കൊടുക്കാനും ഉച്ചക്കഞ്ഞി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഓരോ ഡോളറും കൊണ്ട് ഇന്ത്യയിൽ തോട്ടം വാങ്ങലാണ് മെയിൻ ആളുകളുടെ പരിപാടി. ഞാൻ പേരൊന്നും പറയുന്നില്ല. പല ആളുകളും തോട്ടം വാങ്ങിച്ചു കൂട്ടുകയാണ്. ഇവരൊരു ഫാഷൻ, തോട്ടം വാങ്ങിച്ചു കൂട്ടി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി പിന്നെ കാറുകൾ വാങ്ങുന്നു. ഇതാണ് ചെയ്യുന്നത്. ശുദ്ധ തട്ടിപ്പുകാരാണ് താങ്കളെ കാണാൻ വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടുകയാണ്. ഇന്ത്യയിലെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ പിടിച്ചടക്കാൻ പോവുകയാണ്. ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് ഒരു രക്ഷയില്ല എന്നുള്ള വാർത്തകളൊക്കെ അടിച്ച് വിടുന്ന ഒരു കൂട്ടം ആളുകളോട് ഞാൻ പറയുകയാണ്, എന്താണ് നിങ്ങൾക്ക് ഈ പറയുന്ന ജെൻസി? ഇന്ന് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ യങ് ജനറേഷൻ 25 to 35, 39 കാലഘട്ടത്തിൽ ജെൻസീസ് എന്ന് പറയുന്നത് ഏത്തിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്താ പറയുന്ന വികാരമേ ഇല്ല. ദൈവം എന്നുള്ള വികാരം അവർക്കില്ല എന്ന് ജെൻസീസിന്. ആ ഒരു കാലഘട്ടത്തിൽ കൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഇന്ന് നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്ന അവർ പറയുകയാണ്, ഞങ്ങളോട് സംസാരിക്കാത്ത ദൈവത്തോട് ഞങ്ങൾ എന്തിനു സംസാരിക്കാൻ പോകുന്നു? അതിന് നല്ലതല്ലേ ChatGPT അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനിയോട് സംസാരിച്ചാൽ പോലെ? ഇതാണ് മിനിമം ഒരു ജെൻസി പറയുന്നത്. എന്തിനു വേണ്ടി? ഈ ദൈവം എന്നുള്ള ഒരു കൺസെപ്ഷൻ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകളെ, ഞാൻ ഏത്തിസ്റ്റ് ഒന്നുമല്ല, ഞാൻ ദൈവവിശ്വാസി, എന്നാൽ പോലും പറയുകയാണ്, ഭയം എന്നുള്ള ഒരു വികാരം ജനങ്ങളിലേക്ക് ഇറക്കിയിട്ട് അതിനെ ചുറ്റും കാശാക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. ഈ ഭയം എന്നുള്ളത് കൊണ്ടാണല്ലോ തീർച്ചയായിട്ടും ആളുകൾ കഷ്ടപ്പെട്ട് പല അമ്പലങ്ങളിൽ പോകുന്നു, പള്ളികളിൽ പോകുന്നു, പല നിസ്കരിക്കാൻ പോകുന്നു, അവിടെ പോയി പണം വാരിയർ. എന്തിനു വേണ്ടിയാണ്? ഭയം, മനുഷ്യരുടെ ഭയം. ഈ പറയുന്ന ജെൻസീസിന് ഭയമില്ല. ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജെൻസികളുള്ള അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരുടെ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. വിശ്വാസം വെടിയുന്നവരുടെ ഒരു കാലഘട്ടമാണ് ഇന്ത്യയിൽ കാണുന്നത്. അവിടെ എപ്പോഴാണ് ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ പീപ്പിൾ ഡോണ്ട് കെയർ അബൌട്ട് നമ്മുടെ ഒരു പറയുന്ന 2000 ശേഷം ജനിച്ച ആളുകൾക്ക് ആ ഒരു വികാരമില്ല. അതായത് ഞാൻ ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം വികാരമേ ഇല്ല. അപ്പോൾ എവിടെയാണ് താങ്കൾ ഈ പറയുന്നത് പോലെ, അതായത് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു, ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ പിടിച്ചടക്കപ്പെടുന്നു? എനിക്കിപ്പോഴും ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം. കേരളത്തിൽ കഴിഞ്ഞ ഒരു 15 അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലായിക്കോട്ടെ, പ്രമുഖമായ ഏതൊക്കെ പള്ളികളാണ് പിടിച്ചടക്കിയിരിക്കുന്നത് എന്ന് പറയുകയാണ്. വ്യാജ പാസ്റ്റർമാരും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പല കുപ്പായമിട്ട, കാശ് മാത്രം ലക്ഷ്യമിട്ട ചില വെച്ചന്മാരും കന്യാസ്ത്രീകളും ഇതിൽ ഒരുപാട് നല്ല ചെയ്യുന്നവരുണ്ട്. FCRC ബില്ലുമായി ബന്ധപ്പെട്ട് വരുന്ന പണത്തിന് എല്ലാ ഭാഗങ്ങളും തോട്ടം വാങ്ങിക്കാനും പിന്നെ എന്താ പറയുന്നത്, അത് അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചെന്ന് പറയാൻ സാധിക്കില്ല. കുറച്ചൊക്കെ, അതായത് എനിക്കറിയാം, ഒരു 2 സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പണം വരുന്നുണ്ട്. അതൊക്കെ അനാഥാലയങ്ങൾ, അതോടൊപ്പം തന്നെ കുട്ടികളുടെ യൂണിഫോമുമായി ബന്ധം ഉപയോഗിക്കുന്നവരുണ്ട്. പൂർണ്ണമായും ഇല്ല എന്നുള്ളൂ. സർക്കാർ ആവശ്യപ്പെടുന്ന സംഭവം എന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ നിയമം ഇല്ല എന്നല്ല പറഞ്ഞു, നിയമം സർക്കാർ ആവശ്യപ്പെടുന്നു. നിങ്ങൾ വരുന്ന ഫണ്ട് വന്നോട്ടെ.
എന്തിനു വന്നു, ആര് തന്നു, എവിടേക്ക് പോയി, ഇതിനൊരു അക്കൗണ്ടബിലിറ്റിക്ക് വേണ്ടിയാണ് FCRs കൊണ്ടുവരുന്നത്. പക്ഷെ അതിന് ഈ അക്കൗണ്ടബിലിറ്റിക്ക് എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? കാരണം ഒരു പള്ളി പണിഞ്ഞു കഴിഞ്ഞാൽ 5 വീട് പണിയുന്നവരാണ് നമ്മുടെ അച്ഛന്മാരൊക്കെ എല്ലാം. കാരണം അക്കൗണ്ടബിലിറ്റി ഇവർക്കെല്ലാം പേടിയാണ്. അതായത് പേടി എന്ന് പറയുന്നത്, സിമ്പിൾ എന്ന് പറയുന്നത് ഈ പണം എവിടെ പോകുന്നു എന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ നമുക്കറിയാം. അതായത് നല്ലൊരു അക്കൗണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന സംഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ നിയമം ഉണ്ടല്ലോ, ആ നിയമം ശക്തിപ്പെടുത്തി അതിലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ നിയമത്തെ കാറ്റിൽ പറത്താൻ ഇന്ത്യയിൽ എന്താണ് നമുക്ക് പാടുള്ളത്? ഇപ്പോൾ ഒരു 2 കോടി ബാങ്കിൽ വന്നാൽ പലരുടെയും വഴികളിൽ കൂടിയാണ് പോകുന്നത്. അതിലേക്ക് ഞാൻ കടക്കുന്നത്, ഞാൻ പറയുന്നത് വെച്ചാൽ ഈ അമേരിക്കയിൽ നിന്ന് ഈ വരുന്ന ഫണ്ടുകൾ കൊണ്ടാണ് 90% പല സുറിയാനി സഭകളും, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, സുറിയാനി സഭകളുടെ ശോഷിച്ച അവസ്ഥ എന്ന് പറയുന്നത് അമേരിക്കയാണ്. അമേരിക്കയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ പണം എറിഞ്ഞുകൊണ്ടാണ് ഇന്ന് ഈ സഭകളൊക്കെ 4ഉം 5ആയി പിരിഞ്ഞു പോയിട്ടും ഇതിനൊക്കെ ഫണ്ട് വേണം. കേസ് നടത്തണമെങ്കിൽ ഫണ്ട് വേണം. സുപ്രീം കോടതിയിൽ പോയാൽ മണിക്കൂറിന് 10-15 ലക്ഷം രൂപ കൊടുക്കണം വക്കീലിന്, മുന്തിയ വക്കീൽ. അത് മാത്രമല്ല വേറെ അതിനെ അണ്ടർ ദ ടേബിളിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇതിനൊക്കെ പണം വേണം. ഈ പണം എവിടുന്നാണ് വരുന്നത്? അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. ഈ സഭകളുടെയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന അങ്ങനെയുള്ള ഒരു അത് അവസാനിപ്പിക്കണമെങ്കിൽ ഇങ്ങനെ പണം, അത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ, അതായത് ഇവിടുത്തെ ഓവർ ടൈമും ചെയ്ത്, പണക്കാരൊന്നുമല്ല, ഓവർ ടൈമും ചെയ്ത്, പിന്നെ അതിന് മുകളിൽ ഓവർ ടൈം ചെയ്ത് ജീവിക്കുന്ന പലരും ഈ ഭയം കൊണ്ട്, സഭാഭയം, ദൈവഭയം എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് $100-200 പിഴിഞ്ഞ് എന്തിനു വേണ്ടിയാണ്? കേസ് നടത്താൻ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുന്നു. അതെടുത്ത് എന്ത് ചെയ്യുന്നു? പലർക്കും കോഴയായി കൊടുക്കുന്നു. ഇതിനൊക്കെ ഒരു അക്കൗണ്ടബിലിറ്റി വന്നല്ലേ പറ്റൂ. എന്തിനാണ് ജനങ്ങളെ പേടിക്കുന്നത്? നിങ്ങൾ കൊടുക്കുന്ന പണം, അതായത് പലരും, അതായത് പണത്തെ ഒരു അക്കൗണ്ടബിലിറ്റിക്ക് വേണ്ടി കൊണ്ടുവരുമ്പോൾ എൻ്റെ പൊന്നു സാഹിബ് സാറേ, നിങ്ങളെ പറ്റിക്കുകയാണ്, നിങ്ങളെ വെറും പറ്റിക്കുകയാണ് വരുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരുപാട് പേര് പറ്റിച്ച് കാശുണ്ടാക്കി ഇന്ത്യയിൽ നിന്ന് ആയ കാലത്ത് എനിക്ക് സഭ തുടങ്ങിയാൽ മതിയായിരുന്നു. ഞാനൊക്കെ പട്ടത്തരം കാണിച്ചു പോയി. ശരിയാകും, ഞാനൊക്കെ ഇവിടെ ഇരിക്കുന്ന ആവശ്യമില്ല. അപ്പം ഇതിന്റെ പേരും പറഞ്ഞ് ഉണ്ടാക്കിയവരൊക്കെ ഒരുപാടുണ്ട്. ഇത്തരത്തിലുള്ള ചതികൾ സാറ് ഇനി പെടാതിരിക്കും.